ലക്ഷദ്വീപിൻ്റെ ആ കടലിൻ്റെ ഭംഗിയും തിരമാലയും ആ വെള്ളത്തിൻ്റെ നിറമൊക്കെ കണ്ടില്ലേ? ഇതുപോലെ തന്നെയാണ് ലക്ഷദ്വീപിലെ മനുഷ്യരും. ഇവരുടെ സ്നേഹം അത് പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണ രീതികളും. ദ്വീപ് കല്യാണങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു പലഹാരമാണത്രേ കിലാഞ്ചി. കിലാഞ്ചി ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അത് അവരിങ്ങനെ ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നു, അത് കഴിക്കുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല മൊമെൻറ്റ്സാണ് ലക്ഷദ്വീപുകാർ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ദ്വീപുണ്ട, പൊരിയുണ്ട, വട്ടയളപ്പം, അങ്ങനെയുള്ള ഒരുപാട് പലഹാരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ലക്ഷദ്വീപിൽ വരുമ്പോൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. ഒരു വൈകുന്നേരം നമ്മൾ പിള്ളേരുമൊത്ത് ബീച്ചിലേക്ക് ഇറങ്ങി തിരമാലകളൊക്കൊപ്പം അടിച്ച് തിമിർക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് ആ ഒരു സൺസെറ്റൊക്കെ കണ്ടുകൊണ്ട് നല്ല മനോഹരമായിട്ട് ആടിത്തിമിർക്കുകയാണ് അഗത്തി ബീച്ചിൽ. 1956 ലക്ഷദ്വീപ് രൂപീകരിച്ചത്. തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കവരത്തി ഐലൻഡാണ്. ലക്ഷദ്വീപിൽ 36 ഐലൻഡുകൾ ഉണ്ടെങ്കിലും ഇതിൽ വെറും 10 ഐലൻഡുകൾ മാത്രമാണ് ജനവാസ മേഖലയുള്ളത്. ലക്ഷദ്വീപിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മൂന്നാമത്തെ ഐലൻഡാണ് അഗത്തി. ഇതിൽ ഏറ്റവും വലിയ ഐലൻഡായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആന്ത്രോത്ത് ദ്വീപാണ് കേട്ടോ. ആന്ത്രോത്തിലോട്ട് നമ്മളിപ്പം പോകുന്നില്ല. 4 പകലും 3 രാത്രിയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അഗത്തി ഐലൻഡിൽ സ്റ്റേ ചെയ്തുകൊണ്ടാണ്. അപ്പം നമ്മൾ ഒരു ദിവസം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് വെറും 3 പകലാണ്. ഇവിടുത്തെ ഭക്ഷണങ്ങളും ഇവിടുത്തെ മനുഷ്യരും ഈ നഗര കാഴ്ചയൊക്കെ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇന്നലെ നമ്മൾ നിയർ ബൈ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഡേയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം തീരാനായി. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു വലിയ ആഗ്രഹമാണ് കേട്ടോ ലക്ഷദ്വീപ് കാണുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കിലെ ലഞ്ചും പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഒരു വൈകുന്നേരത്ത് ചുമ്മാ ബൈക്കൊക്കെ എടുത്തിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയതാണ്. നമ്മളിന്ന് ആദ്യം കാണാൻ പോകുന്ന ഇവിടുത്തെ ഒരു മ്യൂസിയമാണ് കേട്ടോ. മ്യൂസിയം ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും. പിന്നെ ഇവിടുത്തെ നീര കിട്ടും, ഇവിടെ നല്ല ഫ്രഷ് നീര കിട്ടും. അത് ഞങ്ങൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരത്തേക്ക് നമുക്കത് ട്രൈ ചെയ്യാം. ഞങ്ങൾ ഹക്കീം ഖാൻ്റെ കൂടെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളല്ല, ഇവർ കടികളൊക്കെ ആണല്ലേ പ്ലേറ്റിലാക്കിയിട്ട് കൊണ്ടുവന്ന് വെക്കും. നമുക്ക് ആവശ്യമുള്ളത് ഇതിനകത്ത് നിന്ന് എടുത്ത് കഴിക്കാം കേട്ടോ. പരിപ്പ് വട അല്ലേ, കട്ട്ലറ്റ്, ഇത് ബ്രെഡ്, ഇതെന്താ സുഗിയനുണ്ട്, പഴംപൊരി ഉണ്ട്, ഫിഷ് റോൾ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാം. അവിടെ പറഞ്ഞാൽ മതി അല്ലേ. ഇവിടെ ഗൂഗിൾ പേ എടുക്കില്ല എന്നൊക്കെ, ഗൂഗിൾ പേ ഒക്കെ എടുക്കൂല്ലേ? ഗൂഗിൾ പേ എടുക്കും. ഓക്കെ, നമ്മളവർ വരുമ്പോൾ പറഞ്ഞായിരുന്നേ. ഇപ്പോൾ ഇതൊരു ചായക്കടയാണ്, ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് ഒരു ചായ ഒക്കെ കുടിച്ച് അല്ലേ, സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ചുമ്മാ പുറത്തു കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക കേട്ടോ. നമ്മളെ കോട്ടേജിൻ്റെ ഫ്രണ്ടത്തെ വഴിയാണ്. ഈ സൈഡിൽ ബീച്ചാണ് കേട്ടോ, കണ്ടോ? ഈ സൈഡിൽ ബീച്ചാണ്. ഇപ്പോൾ നല്ല വെയിലാണ്, വെയിലിപ്പോൾ കൂടി. ഇപ്പോൾ ഇവിടെ സമയം 4:30 മണിയാണ് കേട്ടോ. 4:30 മണി ആയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ ചുമ്മാ ഇവിടെ വന്നേ. ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള പിള്ളേരാണ് അല്ലേ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഗൈസ്. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമ്മളിങ്ങനെ ഈ സൺസ്ക്രീൻ പോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ലക്ഷദ്വീപിലോട്ട് വരുമ്പോൾ കയ്യിൽ കീപ്പ് ചെയ്യാം. നല്ല വെയിലാണ് ഇപ്പം. പക്ഷെ നമുക്ക് ഓവർ അങ്ങ് ചൂട് അറിയുന്നില്ല. റൂമൊക്കെ AC റൂം. അറത്തോട്ട് ഇറങ്ങിയാൽ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ലപോലെ റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. ഓവർ ഹെവി ചൂടൊന്നുമില്ല. ഇതേ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ അടുത്തൊരു 3 കിലോമീറ്റർ അടുത്തൊരു മ്യൂസിയം ഉണ്ട്. നമ്മൾ അവിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഒരു ലഗോൺ ബീച്ച് ഉണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് വൈകുന്നേരത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതൊക്കെ നമ്മുടെ കോട്ടേജിൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ്. ഇവിടുത്തെ ഒരു ബോട്ട് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. ഫോട്ടോ സീനറി അടിപൊളി, ഒരു രക്ഷയില്ല. നിറയെ തെങ്ങുകളാണ് 2 സൈഡ്. വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് കേട്ടോ. ആദ്യത്തെ ദിവസമാണ് ലക്ഷദ്വീപില്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ലക്ഷദ്വീപ് ലോക്കൽ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലാണ് ഉള്ളത്. മ്യൂസിയം അല്ലേ? പണ്ടത്തെ കുറച്ച് ചെറിയ മ്യൂസിയം, പണ്ടത്തെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ള മ്യൂസിയമാണ്. ഓക്കെ, ഇപ്പം കാണാം. ഓക്കെ. ആൾക്കാർ ഭക്ഷണം കൂട്ടമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഓക്കെ ഓക്കെ. ഇതെന്താ പുസ്തകമൊക്കെ വായിക്കുന്ന, റീഡ് ചെയ്യുന്ന? ഇപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളും കാണാം. രാമായണം, നമ്മൾ ഖുറാനൊക്കെ വായിക്കുന്നു. ആഹാ. പിന്നെ ഇത് വരുന്നത് ഈ നമ്മളെ ഈ പുസ്തകങ്ങളും ഖുറാനുകളും ഗ്രന്ഥങ്ങളും ഒക്കെ നമ്മളിങ്ങനെ തട്ടുതട്ടായിട്ട്. മനസ്സിലായി. ഓക്കെ. ബട്ടി ഇതെന്താന്ന് അറിയണ്ടേ? ഇത് നമ്മൾ പഠിക്കുന്ന എന്താ ഫസ്റ്റ് തറ പറന്നല്ലേ നമ്മളെ ചെറുപ്പകാലത്ത്. അതിൽ
പാറ എന്ന് പറയുന്ന സംഭവമാണത്. നമ്മൾ ലക്ഷദ്വീപിൽ അഗത്തി ദ്വീപിലാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അവിടെ മ്യൂസിയത്തിലാണുള്ളത്. പണ്ടുള്ള ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന കുറച്ച് തിങ്സ് മാത്രമേ ഇവിടെ മ്യൂസിയത്തിലുള്ളൂ. അവർ കുറച്ച് പഴയതായിട്ടുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതിന് പറയുന്ന പേര് ബട്ടി എന്നാണ്. ബട്ടി അത് നമ്മൾ ഈ പുസ്തകങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ തട്ടായിട്ട് തൂക്കിയിട്ടില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് ബട്ടി. ഇത് പിന്നെ നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. കുറച്ചുകൂടെ എന്താ പറയുക, അതെ, അത് നമ്മൾ പണ്ടുള്ള ആൾക്കാർ ഇവിടെയുള്ള പള്ളിയിൽ ഇരുന്നിട്ട് ഓതാൻ വേണ്ടിയിട്ട് അവർ മടിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഓതുന്ന ഒരു സംഭവമാണ് ഇത്. ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇതിന് പറയുന്ന പേര് ഓലൻ ചെമ്പ് എന്നാണ്. ഇത് ഗ്രൂപ്പായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പണ്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തിരുന്നതാണ്. പിന്നെ ബാക്കിയുള്ള ഇത് ചക്കക്കുറ്റി നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് അതുപോലെ. പക്ഷെ ഇതിന് പറയുന്ന ചക്കക്കുറ്റി എന്നാണ്. ഇതിൽ കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ. ഓക്കെ, പിന്നെ ഇത് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഇത് പറഞ്ഞു. ഇത് ഇത് കാലൻ പെട്ടി. ഇവർ വിളിക്കുന്ന കാലൻ പെട്ടി എന്നാണ്. ഇത് ഏകദേശം ഇപ്പൊ 100 വർഷം പഴക്കമുണ്ട്. ഇതിൽ പണങ്ങളും ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഒക്കെ ഉള്ളിൽ വെക്കുന്ന ഒരു സംഭവമാണ്. ഉരുളുഹിയോ എന്താ പറയാ, ഉരുളി. പൂച്ചക്കുട്ടിയാണ്, ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനി ആയിട്ട് അവൻ. ബാ എന്താ പേര്? ബുഷ്റ. മാജിദ അല്ലേ, നല്ല പേര്. എന്തൊക്കെയല്ലേ കുടിക്കാൻ? ജ്യൂസ് ഉണ്ട്, പിന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടോ ലക്ഷദ്വീപില്? ലക്ഷദ്വീപില് പഴംപൊരി ഒക്കെ ഉണ്ട്. പഴംപൊരി ഒക്കെ നമ്മൾ സാധാരണ കഴിക്കുന്നില്ല, അല്ലാണ്ട് നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ട് എന്താ ഉള്ളത്? ഇതെന്താണ്? ഇലയട. ഇലയട അല്ലേ, ഇലയട. ഫിഷ് പിക്കിൾ അല്ലേ. ഹലോ ഹായ്. പേര് പറ. പേരെന്താ? റയാൻ. നിങ്ങളൊക്കെ ഇവിടെ തന്നെ അല്ലേ? എല്ലാരും ഇവിടെ അടുത്താണോ? ഈ ബീച്ചിന്റെ പേരെന്താ? ലഗോൺ ബീച്ച് അല്ലേ. ഇവിടെ വൈകുന്നേരം ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങളെ ആളുകളൊക്കെ ഇങ്ങനെ വന്നിരിക്കും അല്ലേ? നല്ല അടിപൊളി ഒരു ബീച്ച് കേട്ടോ. നമുക്കിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയൊരു ബീച്ചാണ്. ഇവിടുത്തെ നാട്ടുകാരൊക്കെയാണിത്. പിന്നെ ഇങ്ങനെ ടൂറായിട്ട് വന്നിട്ടുള്ള, ട്രിപ്പായിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ലഗോൺ ബീച്ച് എന്ന് പറയും. നമ്മുടെ അഗത്തി ദ്വീപിൻ്റെ അവിടുന്ന് ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ, വളരെ അടുത്താണ്. നല്ല മനോഹരമായിട്ട് നമുക്ക് ഈവനിങ് സൺസെറ്റൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്യാം. കുറേ ഫാമിലീസ് ഉണ്ട്. പിള്ളേരൊക്കെ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന കാഴ്ചയും ചരക്ക് കപ്പൽ വരുന്ന കാഴ്ചയും ഒക്കെ കാണാം കേട്ടോ. ആ ഒരു സൺസെറ്റിൻ്റെ വ്യൂ നോക്കിയ ഒരു രക്ഷയില്ല, അടിപൊളി. ബീച്ചിൻ്റെ ആ ഒരു ഭംഗി കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ. ഈ മണലൊക്കെ കാണുമ്പോഴേ നമുക്ക് അതിനകത്ത് ഇങ്ങനെ കിടന്നുറങ്ങാൻ തോന്നും. ഒരു പുൽപ്പായും തലഹണിയും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കിടന്നുറങ്ങാം. അതൊരു കപ്പിൾസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ. ടൂറ് വന്നിട്ടുള്ള ഒരുപാട് മലയാളീസിനെയും പാക്കേജായിട്ട് വന്നിട്ടുള്ള ടീംസിനെയും ഒക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടിരുന്നു. ആ സൺസെറ്റിൽ പിള്ളേരിങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന കാഴ്ചയൊക്കെ വല്ലാത്തൊരു അടിപൊളി. ഇവിടുന്ന് വരാൻ തോന്നിയില്ല. ഞങ്ങളൊരു 2 മണിക്കൂർ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി നേരെ റൂമിലോട്ട് പോവുക, ഫുഡ് അടിക്കുക, കിടന്നുറങ്ങുക. പിന്നെ നാളത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, മറ്റന്നാൾ എക്സ്പ്ലോർ ചെയ്യുക. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് പോവും. ദിവസങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഇങ്ങനെ പോവുകയാണ്. 3 രാത്രി 4 പകലെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പോയത് അറിയില്ല. അത്രയും നല്ല സ്ഥലമാണ് ലക്ഷദ്വീപ്.
ഞാനിപ്പോൾ അടുത്ത് പോയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും റിലാക്സ് തോന്നിയിട്ടുള്ള ഒരു സ്പോട്ടാണ് ലക്ഷദ്വീപ് കേട്ടോ. ഞങ്ങളിവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുമ്പോഴേ അവരെയൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുമായിരുന്നു. എന്താ അങ്ങനെ പേരൊന്നും പറയാൻ എനിക്കറിയില്ല. ശംഖ് ശംഖ് ഉള്ളിലുണ്ട് ആള്. എന്താ പറയുക, ഇവിടുന്ന് കാണില്ലേ നിങ്ങളെന്തെങ്ങനെ ലക്ഷദ്വീപിൽ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മളത് ഇതെന്ത് പൈപ്പ് ഇങ്ങനെ അതിനോട് ഇറങ്ങി. എന്തെങ്കിലും വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? എല്ലാം മോർണിംഗിലാണ് തോന്നുന്നു കൂടുതൽ. പിന്നെ ഇവിടുത്തെ ഫുള്ളി ലോക്കൽ പീപ്പിൾസ് അല്ലേ, ഒരുപാട് പേരുണ്ട്. സൺസെറ്റ് കാണാനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളും സൺസെറ്റ് കാണാനായിട്ട് ഇത് എല്ലാവരും എത്തിയിരിക്കുകയാണ്. നമ്മുടെ കോട്ടേജിൻ്റെ വളരെ അടുത്ത് തന്നെ ഒരു ബീച്ചിൽ ചരക്ക് കപ്പൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ബേപ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചരക്ക് കപ്പലാണ് കേട്ടോ. ഇതിലൊരു കാറുണ്ട്, കുറേ വുഡ് മരങ്ങളൊക്കെ ആയിട്ട്, മരങ്ങൾ കൊണ്ടുള്ള കട്ടില, ജനൽ, വാതിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ എല്ലാം വീട് പണിയോ ഒക്കെ നടക്കുന്നുണ്ടാവും. ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ചരക്ക് കപ്പൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഇറക്കുന്ന കാഴ്ചയാണിത് രാത്രിയിൽ. പിന്നെ കുറേ പേര് ഇവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അവിടെ വന്നതാണ്. ഇവിടെ കുറച്ച് പിള്ളേർ DJ ഒക്കെ വെച്ചിട്ട് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡാൻസും അവരെ ക്യൂട്ട്നെസ്സൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കണ്ടു നിന്ന് ഇവിടുന്ന് ഒരു ചായ കുടിച്ചു. പിന്നെ തൊട്ടടുത്തൊരു ചായപ്പീടി ഉണ്ട് കേട്ടോ. നല്ല ജ്യൂസും ചായയൊക്കെ കിട്ടും. പിന്നെ ലക്ഷദ്വീപിലെ പലഹാരങ്ങളൊക്കെ കിട്ടും. ഇപ്പം ഞാൻ അവിടെ നിന്നൊരു കട്ട്ലറ്റും ഒരു ഫിഷ് റോളും ഒക്കെ കഴിച്ചു, ചായ കുടിച്ചു, റിലാക്സ്ഡായി. ഞങ്ങളങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ റൂമിലേക്ക് പോവാൻ നേരെ അവിടെ നമുക്ക് ഡിന്നർ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ അതേ കുറച്ച് പേര് ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. നമ്മളെ ഗ്രൂപ്പിലുള്ള പാലക്കാട് നിന്ന് വന്നിട്ടുള്ള ഒരു മെമ്പറാണിത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. എന്തായിരുന്നു ഹാരിസ്ക. അപ്പോൾ നമ്മൾ രാത്രിക്കലത്തെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഇവർ ഇവിടെ തന്നെ കുക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. ഇതേ ചപ്പാത്തി ഉണ്ട്. ഓക്കെ, അടുത്തെന്തായിരുന്നു ഫുഡ്? ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ലക്ഷദ്വീപിലെ ഫുഡാണ്. നല്ല തേങ്ങാച്ചോറുണ്ട്. വാവ്, തേങ്ങാച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ അതേവിടെ പരിപ്പ് കറി ഉണ്ട്. ഓക്കെ, ഇതെന്താ മീൻ കറിയാണോ? ആഹാ, നല്ല പരിപ്പ് കറി ഉണ്ട്, മീൻ കറി ഉണ്ട് തേങ്ങാച്ചോറിലേക്ക്. പിന്നെ ഇതെന്തൊക്കെ? ഓ, ഫിഷ് ഫ്രൈ ഉണ്ട് കേട്ടോ. ലക്ഷദ്വീപിൽ വന്നിട്ട് ഇവിടെ ഫിഷാണ് മെയിൻ കേട്ടോ. ഫിഷ് ഫ്രൈ ഉണ്ട്, ഫിഷ് തേങ്ങ അരച്ച കറി ഉണ്ട്. പിന്നെ ഇതേ ഇവിടെ വെജ് തോരൻ ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്. പിന്നെ ഇതാണ് മുഖ്യം, നല്ല അടിപൊളി ഫിഷ് മുളകിട്ടത് കണ്ടോ. ഉരുളിയിൽ ഇങ്ങനെ ഫിഷ് മുളകിട്ട് അതിനെ മണങ്ങനെ അടിക്കുന്നുണ്ട് ആ ഒരു ഓപ്പൺ ചെയ്തപ്പോൾ. പിന്നെ അതേ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഡിന്നറിലേക്കുള്ള മെനു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. തേങ്ങാച്ചോറ്, ചപ്പാത്തി, പരിപ്പ് കറി, മീൻ കറി, മീൻ പൊരിച്ചത്, മീൻ കറി, മീൻ മുളകിട്ടത്, വെജ് കറി. പിന്നെ വേറെ എന്തോ ഒരെണ്ണം അവിടെ തുറക്കുന്നുണ്ട്. ഇതെന്താണ്? ബീൻസ് തോരനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഡിന്നറിലുള്ള മെനു. ഫുഡും കാര്യങ്ങളൊക്കെ അവരിവിടെ സെറ്റ് ചെയ്ത് തരികയാണ് കണ്ടോ. ഗൈസ് കണ്ടില്ലേ, മീൻകറി ഉണ്ടാക്കിയ ചട്ടിയിൽ 2 എണ്ണം ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. കണ്ടല്ലോ ഇവിടെ എങ്ങനെയാണ് ഫുഡ് കഴിക്കട്ടെ. ഇവരെ സംസ്കാരം കണ്ടല്ലോ. ലക്ഷദ്വീപിൻ്റെ മീൻകറി ഉണ്ടാക്കിയ പെരുത്ത ചട്ടിയിൽ ഇരുന്നിട്ട് 2 പെരുത്ത മനുഷ്യന്മാർ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. കണ്ടല്ലോ, ഇതാണ് ലക്ഷദ്വീപിൻ്റെ ഒരു സംസ്കാരം ഗൈസ്. ഒരു ചെമ്പട്ടി ചോറുണ്ട്, 10 ആൾക്ക് കഴിക്കാനുള്ള ചോറുണ്ട്. 2 സൈഡിൽ കട്ടൻ ചായ വെച്ചിട്ടുണ്ട്, വലിയൊരു ചെമ്പട്ടി. എന്തായാലും ആൾക്കാരെ മുഖം കണ്ടോളി. ഇതൊരാള് കേട്ടോ. ഓക്കെ, സെറ്റ്.
നമ്മളെ ലക്ഷദ്വീപിൻ്റെ ഫസ്റ്റിലെ ഒരു ഏർലി മോർണിംഗ് കാഴ്ചയാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഇന്നലെ ഒരു 9:30 ആകുമ്പോഴാണ് അഗത്തി എയർപോർട്ടിൽ വന്നിറങ്ങിയത്. നമുക്ക് ആ ഏർലി മോർണിംഗിലുള്ള കാഴ്ച നമ്മൾ ഇന്നാണ് ഫസ്റ്റ് ഡേയിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ പുറകിൽ ഇത് ഐലൻഡ് ഡ്രീംസ് പാരഡൈസ് ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹട്ട്. ഇവിടെയാണ് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കാണുന്ന കോട്ടേജിലാണ് ഞങ്ങൾ 3 days താമസിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ അടുത്തുള്ള കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ കണ്ടു. നമ്മുടെ മുന്നിൽ ബീച്ചാണ്, അഗത്തി ബീച്ച് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ, ഭയങ്കര ബ്ലൂ ഷെയ്ഡായിട്ട്. ഞങ്ങൾ ഇന്നലെ ഓൾമോസ്റ്റ് ആ ബീച്ചിൽ തന്നെ ആയിരുന്നു. കയാക്കിങ്ങും അതുപോലെ തന്നെ ഈവനിങ്ങിലുള്ള സൈറ്റ് സീയിങ്ങും. പിന്നെ ഇവിടെ കുറച്ച് നിയർ ബൈ ആയിട്ടുള്ള വേറെ 2-3 ബീച്ചുകളുണ്ട്. അവിടെയൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. മറ്റേ ഷിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു മുംബൈയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ബേപ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചരക്ക് കപ്പിൾ ചരക്കിറക്കുന്ന കാഴ്ചകൾ. ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ ബീച്ചാണ്, ബീച്ച് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടുത്തെ ഒരു കൾച്ചർ, ഇവിടുത്തെ ഫുഡ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നാട്ടിൻപുറം അത് തന്നെ. പിന്നെ മെയിനായിട്ട് ഇവിടെ കൂടുതൽ നാളികേരമൊക്കെ ഉൽപ്പാദനം കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ. അതുപോലെ 7000-ഓളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ദ്വീപാണ് അഗത്തി. അതൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഞങ്ങൾ കോട്ടേജിൽ നിന്ന് എണീറ്റ് ഒരു സുലൈമാനൊക്കെ കുടിച്ചു. ഞങ്ങളിവിടെ ഈ ഒരു ഗ്രാമത്തിലൂടെ അങ്ങനെ നടക്കാൻ പോവുകയാണ്. ഞാനിവിടുത്തെ രാവിലെ ഉള്ള കാഴ്ചകൾ, കുറേ പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട് ബീച്ച് സൈഡിൽ. നമുക്കതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. ഓക്കെ.